ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 42. മയക്കത്തിൽ അലോഷിയുടെ ചെവികളിൽ ഒരു ശബ്ദം മുഴങ്ങി. അത് അവൻ്റെ പപ്പയുടെ ശബ്ദമായിരുന്നു. മോനെ അലോഷി, പപ്പയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ 100 ഇരട്ടി സ്നേഹം പപ്പയ്ക്ക് നിൻ്റെ അമ്മയോടുണ്ട്. ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ പറ്റിപ്പോയൊരു തെറ്റ്. പക്ഷേ അത് എൻ്റെ മീരയ്ക്ക് സമ്മാനിച്ചത് എത്ര കഠിനമായ വേദനയാണെന്ന് തിരിച്ചറിയാൻ പപ്പയ്ക്ക് അന്ന് കഴിഞ്ഞില്ല. വയറ്റിൽ ഒരു കുഞ്ഞിനെയും കൊടുത്ത് അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ടല്ലേ അന്ന് പപ്പ പോകുന്നത്. എന്നിട്ട് പോലും അവൾ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുമായിരുന്നിട്ടും ഞാൻ അവളെ ചതിച്ച കഥ അവൾ നിന്നോട് പോലും പറഞ്ഞിട്ടില്ല. അതാണ് നിന്റെ അമ്മ. അത് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ശബ്ദമിടറി. അയാൾ തുടർന്നു പറയാൻ തുടങ്ങി. എല്ലാവർക്കും വേണ്ടി എല്ലാം ത്യജിച്ച ആ പാവത്തിന് ഈ വൈകിയ വേളയിലെങ്കിലും ഒരു ജീവിതം വേണ്ടേ? എൻ്റെ മോൻ മീരയെ ഡാനിയെ ഏൽപ്പിക്കണം. പപ്പയ്ക്ക് ഒരിക്കലും അവളെ വിട്ടുകൊടുക്കാനാകില്ല. പക്ഷേ അടുത്ത ജന്മത്തിൽ എനിക്ക് തിരിച്ചു തരാനായി മാത്രം ഡാനി അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. പപ്പ എൻ്റെ മോനെ കണ്ടിട്ടില്ല, മോൻ പപ്പയെയും. എനിക്ക് നിന്നെ ഒന്ന് കാണണം. മീരയെ ഡാനിക്കൊപ്പം യാത്രയാക്കിയിട്ട് എൻ്റെ മോൻ പപ്പയെ ഒന്ന് കാണാൻ വരണം. വരില്ലേ? ഞാൻ വരാം പപ്പേ. ഈ വൈകിയ വേളയിലാണെങ്കിലും എൻ്റെ അമ്മയ്ക്കൊരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കാൻ എനിക്ക് കുറച്ചൊക്കെ നീറേണ്ടി വരും. എന്നാലും സാരമില്ല. എന്നിട്ട് ഞാൻ വരും എൻ്റെ പപ്പയെ കാണാൻ. ഉറക്കത്തിൻ്റെ മയക്കത്തിൽ അലോഷി സ്വയം സംസാരിക്കുന്നത് പോലെ മന്ത്രിച്ചു. അലോഷി, എന്താ പറ്റിയേ? എന്തിനെക്കുറിച്ചാണ് നീ പറയുന്നത്? വല്ല ദുസ്വപ്നവും കണ്ടതാണോ? മിലി ഞെട്ടി എഴുന്നേറ്റിരുന്ന് ഉത്കണ്ഠയോട് ചോദിച്ചു. അലോഷി ഞെട്ടലോടെ കണ്ണു തുറന്നു. അവൻ ദീർഘമായി നെടുവേർപ്പെട്ടു. അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും ആ സ്വപ്നത്തിൻ്റെ നനവുണ്ടായിരുന്നു. അല്ല മിലി, അതൊരു ദുസ്വപ്നമായിരുന്നില്ല. ഞാൻ എൻ്റെ പപ്പയെ കണ്ടു. മീരയമ്മയെ ഡാനിയുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന പപ്പയുടെ അപേക്ഷയാണ് അതിൽ ഞാൻ കേട്ടത്. അവനത് പറയുമ്പോൾ മിലി അവിശ്വസനീയതയോടെ അവനെ നോക്കി. അപ്പോൾ നീ മീരയമ്മയെ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചോ? അതെ മിലി, അമ്മയ്ക്ക് സ്വന്തമായി ഒരസ്തിത്വവും ജീവിതവും വേണം. നമ്മുടെ കൂടെ അമ്മ സുരക്ഷിതയായിരിക്കും. പക്ഷേ അതൊരു പൂർണ്ണമായ ജീവിതമല്ല. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ പാവത്തിൻ്റെ സന്തോഷങ്ങളെ ഇനിയും കളയാൻ എനിക്ക് വയ്യ. അലോഷി, അതത്ര എളുപ്പമല്ല. അമ്മ ഒരിക്കലും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മിലി ആശങ്കയോടെ പറഞ്ഞു. അലോഷി ഗൗരവത്തോടെ അവളെ നോക്കി. മിലി, ഇവിടെയാണ് നമ്മൾ കരുതലോടെ നീങ്ങേണ്ടത്. സത്യങ്ങളൊന്നും അറിഞ്ഞതായി ഞാൻ കാണിക്കില്ല. പകരം അമ്മയെ ഡാനിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ വഴിയൊരുക്കും. ആദ്യം കുറച്ച് കടുത്ത വാക്കുകൾ കൊണ്ട് ഞാൻ അമ്മയെ വേദനിപ്പിക്കും. ആ മുറിവിൽ നിന്ന് മാത്രമേ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മ ഡാനിയുടെ കൈപിടിക്കാൻ തയ്യാറാകുകയുള്ളൂ. എല്ലാം കേട്ട് മിലി കണ്ണീരോടെ തല കുനിച്ചു. അവൾ പതുക്കെ പറയാൻ തുടങ്ങി. ഇച്ചായ, അങ്ങനെ ചെയ്താൽ പിന്നെ അമ്മ ഒരിക്കലും നമ്മളിലേക്ക് മടങ്ങി വരില്ല. അമ്മയെ എനിക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും. അലോഷി അവളെ ചേർത്ത് പിടിച്ചു. അല്ല മിലി, ഡാനിയെ വിവാഹം കഴിച്ച് അമ്മ ഇംഗ്ലണ്ടിലെത്തുമ്പോൾ നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. എത്രയൊക്കെ വെറുത്താലും അമ്മയുടെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹം മരിക്കില്ല. നമ്മൾ തേടിച്ചെന്നാൽ അവർ നമ്മളെ ചേർത്ത് പിടിക്കും. എനിക്കുറപ്പുണ്ട്. മീരയമ്മയ്ക്ക് സന്തോഷം നൽകുന്നത് എന്താണെങ്കിലും അത് നമ്മൾ ചെയ്യണം. അലോഷിയുടെ നെഞ്ചോട് ചേർന്നിരുന്ന് മിലി അത് പറയുമ്പോൾ കാരണം വ്യക്തമല്ലാത്തൊരു ശൂന്യതയും ദുഃഖവും അവളുടെ ഉള്ളിൽ നിഴലിച്ചു. വരാനിരിക്കുന്ന വലിയൊരു വിടവാങ്ങലിന്റെ സൂചനയായി നിശബ്ദത അവർക്കിടയിൽ തങ്ങി നിന്നു. പുലർച്ചെ 5 മണിക്ക് തന്നെ എല്ലാവരും ഉണർന്നു. മിലിയും അവളുടെ മമ്മിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം മാനന്തവാടിക്കുള്ള യാത്രയ്ക്കായി തയ്യാറായി. അമൽ, നിനക്ക് വേണമെങ്കിൽ ഇന്ന് തിരികെ പോകാം. നിനക്ക് ഒരുപാട് ജോലികളുള്ളതല്ലേ? യാത്ര തുടങ്ങും മുൻപായി ഡാനി അമലിനോടായി പറഞ്ഞു. എടാ, ഇനി എന്തു തന്നെയാണെങ്കിലും നിന്നെ മീരയെ ഏൽപ്പിക്കുന്നത് വരെ എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. എന്തായാലും ഞാൻ കൂടെ വരുന്നുണ്ട്. അമൽ ഉത്സാഹത്തോടെ ഡാനിയുടെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു. അത് കേട്ട് ജോസഫ് ഡാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ, നീ ഇപ്പോൾ എനിക്ക് സ്വന്തം മകനെ പോലെയാണ്. മീരയുടെ കാര്യത്തിൽ തീരുമാനമാകും വരെ നിനക്കൊപ്പം ഉണ്ടാകണമെന്നാണ് ഈ പപ്പയുടെ ആഗ്രഹം. അതുകൊണ്ട് മറുത്തൊന്നും പറയണ്ട. നമ്മൾ പോകുകയാണ്.
എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യൻ ഇവർക്കൊക്കെ ഇത്രമേൽ പ്രിയങ്കരനായത്. എൻ്റെ അമ്മയ്ക്ക് നൽകാൻ ഇതിലും വലിയൊരു സമ്മാനം ഈ ലോകത്ത് വേറെ ഉണ്ടാകില്ല. ജോസഫിന്റെ വാക്കുകൾ കേട്ടു നിൽക്കുമ്പോൾ അലോഷി ഉള്ളാലെ ചിന്തിച്ചു. ആ യാത്രയിലുടനീളം അലോഷിയുടെ ശ്രദ്ധ ഡാനിയിലായിരുന്നു. അവന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു വിഷാദം നിറഞ്ഞു നിൽക്കുന്നു. തൻ്റെ തീരുമാനം ഡാനിയെ അറിയിച്ചാലോ? ആ മുഖത്തെ സങ്കടം കണ്ടു നിന്നപ്പോൾ അലോഷി ഒരു നിമിഷം ആലോചിച്ചു പോയി. വേണ്ട, കൈവിട്ടുപോയി എന്ന് കരുതുന്ന ഏതെങ്കിലും ഒന്ന് നമ്മളിലേക്ക് തിരികെ എത്തുമ്പോഴാണ് ആ വസ്തുവിൻ്റെ മൂല്യം കൂടുന്നത്. അതുകൊണ്ട് ഡാനി കുറച്ചൊന്ന് വിഷമിക്കട്ടെ. അത് കഴിയുമ്പോൾ ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷത്തിന് വേണ്ടിയുള്ള ചെറിയൊരു വിഷമം, ഇത് അത്രയുള്ളൂ. മനസാക്ഷി അങ്ങനെ പറഞ്ഞപ്പോൾ അലോഷി എന്ന ഗൗരവക്കാരൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കുസൃതിക്കുട്ടൻ അത് ശരിവെച്ചു. ഒരുപാട് ദൂരത്തിനപ്പുറം മീരയിൽ കുരുക്കുകൾ മുറുകുന്നതറിയാതെ അവർ യാത്ര തുടർന്നു. അതേസമയം ആശ്രമത്തിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു മീര. അവിടേക്കെത്തിയ ഒരു കൊച്ചു കന്യാസ്ത്രീ പറഞ്ഞു, മീര, തന്നോട് ഗസ്റ്റ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിതാവ് വന്നിട്ടുണ്ട്. എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. നിന്നെ കാണാൻ മാത്രമാ അദ്ദേഹം എത്തിയിരിക്കുന്നത്. അയ്യോ, കുറച്ചു പേർ കൂടി മരുന്ന് കൊടുക്കാനുണ്ടല്ലോ. സിസ്റ്ററിന് ഒന്ന് കൊടുത്ത് സഹായിക്കാമോ? മീര ആകുലതയോട് ചോദിച്ചു. ഏയ്, എനിക്കതൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആർക്കും എന്നെ അത്ര പിടുത്തമില്ല. എല്ലാവർക്കും മീര സിസ്റ്റർ മതിയല്ലോ. എന്തായാലും പിതാവ് വല്ലാത്ത മുൻചുണ്ടിക്കാരനാണ്. വെറുതെ വഴക്ക് കേൾക്കാൻ നിൽക്കണ്ട. വൈകാതെ ചെല്ലുന്നത് നല്ലത്. അത് പറഞ്ഞ് ആ കൊച്ചു കന്യാസ്ത്രീ നടന്നു പറഞ്ഞു. എൻ്റെ ഈശോയെ, ഇപ്പോൾ എന്തിനായിരിക്കും പിതാവ് എന്നെ കാണാൻ എത്തിയത്? ഇനി സന്യാസത്തിലേക്ക് എന്നെയും ഔദ്യോഗികമായി ചേർക്കാനാണോ? പക്ഷേ അതിനുള്ള അർഹത എനിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയും? രോഗികൾക്ക് മരുന്ന് നൽകുമ്പോൾ മീരയുടെ ചോദ്യങ്ങളെല്ലാം ദൈവത്തോടായിരുന്നു. അല്പസമയത്തിന് ശേഷം മദറിന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ മീരയുടെ മനസാക്ഷി അവളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മീര, നിന്റെ കിച്ചു അവൻ മറ്റൊരു ജീവിതം കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഒരിക്കലും അവൻ നിന്നെ തേടിയെത്തില്ല. പക്ഷേ രാജ്യങ്ങൾക്കപ്പുറം നിന്നെ തേടിയെത്താൻ സാധ്യതയുള്ള ഒരാളുണ്ട്. അവനെ നീ ഇന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. നിന്റെ മകൻ അലോഷി നിന്നെ തള്ളിപ്പറഞ്ഞ ആ നിമിഷം മുതൽ നീ അവൻ്റെ വരവിനായി കാതോർക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഈ സന്യാസത്തിലേക്കുള്ള കപടമായ നടത്തം തുടരുന്നത്? എന്തായാലും ജീവിതത്തിൽ വഴിമുട്ടുവർക്ക് അഭയം പ്രാപിക്കാനുള്ളതല്ല സന്യാസം. അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്ന ഒന്നാവണം. അതുകൊണ്ട് ഒരു നേഴ്സ് മാത്രമായി ഇവിടെ തുടരാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ വേറെന്തെങ്കിലും നോക്കാം. മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനവുമായി മീര ഗസ്റ്റ് റൂമിൻ്റെ വാതിൽ കടന്ന് അകത്തേക്ക് നടന്നു. ആ മുറിയിൽ കടുത്ത നിശബ്ദത തങ്ങി നിന്നിരുന്നു. തനിക്ക് നേരെ ഉറ്റുനോക്കുന്ന പിതാവിനെ കണ്ടപ്പോൾ മീരയുടെ നെഞ്ചിൽ വല്ലാത്തൊരു വിറയലുണ്ടായി. ഇതാണോ മീര? പിതാവ് വല്ലാത്ത ഗൗരവത്തോട് ചോദിച്ചു. അതെ പിതാവേ, ഞാനാണ് മീര. പിതാവിൻ്റെ ഈ പെട്ടെന്നുള്ള വരവ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, മീര വിറയലോടെ പറഞ്ഞു. അരികിലിരിക്കുന്ന തെരേസ മദറിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ആകുലതയും ഭയവും നിഴലിക്കുന്നത് കണ്ടപ്പോൾ മീരയുടെ ആശങ്ക ഇരട്ടിയായി. അവൾ വല്ലാതെ പതറി. പിതാവ് പെട്ടെന്നൊരു ചോദ്യമെറിഞ്ഞു. മീര, നിങ്ങൾ വിവാഹിതയാണോ? ആ ചോദ്യം കേട്ടപ്പോൾ മീര ഞെട്ടി. അല്ല, അവൾ ശാന്തമായി ഉത്തരം പറഞ്ഞു. എന്തോ വലിയൊരു കെണിയിലാണ് താനെന്ന് മനസ്സിലാക്കി അവൾ തെരേസയെ വീണ്ടും നോക്കി. പക്ഷേ അവിടെ നിന്നും ഒരു സഹായവും പ്രതീക്ഷിക്കാനില്ലെന്ന് അവരുടെ മുഖഭാവം തന്നെ അവൾക്ക് ബോധ്യമാക്കി കൊടുത്തു. പിതാവ് അടുത്ത ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ പിന്നെ ഈ അലോഷി ആരാണ്? ആ ചോദ്യം മീരയുടെ ഉള്ളിൽ ഇടിമുഴക്കം പോലെ വന്നു പതിച്ചു. അലോഷി, തൻ്റെ മകൻ. ആ പേര് കേട്ടതും മീരയുടെ ലോകം കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഭയം കൊണ്ട് അവൾ പാടെ തകർന്നുപോയി. അവളിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിതാവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മീരയുടെ അടുത്തേക്ക് നടന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സഹാനുഭൂതി ആയിരുന്നില്ല, പകരം ഒരുതരം അവജ്ഞയായിരുന്നു. നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടിയില്ലെന്ന് എനിക്കറിയാം. ഒരു നന്മയുള്ള സ്ത്രീയെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത പലതും നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടു. അതിൻ്റെ അർത്ഥം നിങ്ങളിൽ നന്മയില്ല എന്ന് തന്നെയല്ലേ? അദ്ദേഹം മീരയുടെ കണ്ണുകളിലേക്ക് ഇട്ടുനോക്കിക്കൊണ്ട് തുടർന്നു. നിങ്ങളുടെ പ്രവാസ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എന്തിനായിരുന്നു ഇത്ര നശിച്ചൊരു ജീവിതം?
നിങ്ങൾക്ക് കാമത്തെ അടക്കാൻ സാധിക്കുമായിരുന്നില്ലെങ്കിൽ വിവാഹം കഴിച്ച് ജീവിച്ചുകൂടായിരുന്നോ? ഇത്രയും വലിയ പാപം പേറി ഈ വിശുദ്ധ മണ്ണിൽ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കാരമുള്ളുകൾ പോലെ അവളുടെ ഹൃദയത്തിൽ പതിച്ചു. അദ്ദേഹം ഒട്ടും കരുണയില്ലാതെ തുടർന്നു. അതിലും വലിയ ക്രൂരതയല്ലേ നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിൽ ഉരുവായ ആ കുഞ്ഞിനോട് കാട്ടിയത്? അതിനെ എവിടെയോ വലിച്ചെറിഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ സ്വന്തം മകനോടൊപ്പം സുഖമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതിയല്ലേ? കാലം എല്ലാത്തിനും കണക്കു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ മകൻ പോലും നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്താ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിഷേധിക്കാനുണ്ടോ? കത്തുന്ന കണ്ണുകളോടെ പിതാവ് ചോദിച്ച ഓരോ വാക്കും മീരയുടെ നെഞ്ചിൽ കൂരമ്പുകൾ പോലെ തറച്ചു. അവൾ ഒന്നും മിണ്ടാനാകാതെ ഒരു പ്രതിമയെ പോലെ അനക്കമിട്ട് നിന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും നിനക്കുത്തരമില്ലെന്ന് എനിക്കറിയാം. ഇത്രയേറെ കൊള്ളരുതായ്മകൾ ചെയ്തിട്ട് ഇതുപോലെ പവിത്രമായ സ്ഥാപനത്തിൽ വന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? പിതാവിന്റെ ചോദ്യം കേട്ടപ്പോൾ മീര ഞെട്ടലോടെ സിസ്റ്റർ തെരേസയെ നോക്കി. സിസ്റ്ററിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന നിസ്സംഗത അവൾക്കൊരു കാര്യം വ്യക്തമാക്കി കൊടുത്തു. താനിവിടെ ഒരു ഭാരമായി കഴിഞ്ഞു. സിസ്റ്റർ തെരേസ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരാളെ ഇവിടെ താമസിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. സഭയുടെ പവിത്രതയെ കളഞ്ഞു കുളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പിതാവ് കണ്ണുകൾ ചുരുക്കി രൂക്ഷമായി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സിസ്റ്റർ കുഴപ്പത്തിലാകുമെന്ന് കണ്ടപ്പോൾ മീരയുടെ ഉള്ളിലെ അമ്മയും മനുഷ്യനും ഉണർന്നു. അവൾ ധൈര്യത്തോടെ പറഞ്ഞു, ഇവർക്ക് ഒന്നും അറിയില്ല. ഞാനാണ് എല്ലാം മറച്ചു വെച്ച് ഇവിടെ താമസമാക്കിയത്. എൻ്റെ മകൻ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അഭയം തേടി വരാൻ എൻ്റെ മുൻപിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ച പരിചയം മുതലാക്കി ഇവരെ വഞ്ചിച്ചത് ഞാനാണ്. മീരയുടെ വാക്കുകൾ കേട്ടപ്പോൾ പിതാവിന്റെ മുഖഭാവവും അല്പം മാറി. കടുപ്പത്തിൽ സംസാരിച്ച അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പെട്ടെന്നൊരയവ് വന്നു. മോളെ, നിന്നെ ഉപദ്രവിക്കാനല്ല ഞാനിതൊക്കെ പറയുന്നത്. സഭയിലെ ഉന്നതരിൽ നിന്നും നേരിട്ടൊരു പരാതി കിട്ടിയപ്പോൾ എനിക്ക് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. എങ്കിലും നിന്നെ ഞാൻ പുറത്താക്കുന്നില്ല. ഞങ്ങളുടെ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ നിനക്ക് താമസിക്കാം. പരസ്യമായി ശുശ്രൂഷ ചെയ്തെന്ന് ഒഴിവാക്കിയാൽ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. എന്തു പറയുന്നു? തല ചായ്ക്കാൻ ഒരിടം, ഒരു നേരത്തെ ഭക്ഷണം, അതുമാത്രം തന്നാൽ മതി. വേറൊന്നും എനിക്ക് വേണ്ട. എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് ഒരുപാട് നന്ദി. നിർവികാരതയോടെ മീര അത് പറയുമ്പോൾ സിസ്റ്റർ തെരേസയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ സിസ്റ്റർ തെരേസയോട് സംസാരിച്ചോളാം. മീരയോട് കൂടുതലൊന്നും പറയാനില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു നിർത്തി. മീര ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ സിസ്റ്റർ തെരേസയിൽ നിന്നും വല്ലാത്ത ദേഷ്യത്തോടെ വാക്കുകൾ പുറത്തേക്ക് വന്നു. പിതാവേ, ഇപ്പോൾ പെട്ടെന്നൊരു പരാതി, അതാരാണ് തന്നത്? മീര താങ്കൾ വിചാരിക്കുന്നത് പോലൊരു സ്ത്രീയല്ല. ജീവിതത്തിൽ അവൾക്കൊരു തെറ്റുപറ്റി, ഒരേ ഒരു തെറ്റ്. അതിനെ തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു പാവ സ്ത്രീ മാത്രമാണ് അവൾ. പരാതി തന്നിരിക്കുന്ന ആളുടെ ഉദ്ദേശം അതൊട്ടും നന്മയുള്ളതല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. തെരേസയുടെ വാക്ക് കേട്ടപ്പോൾ പിതാവ് ഒന്നു പതറി. അല്പം മടിച്ചു നിന്നെങ്കിലും അദ്ദേഹം എല്ലാം തുറന്നു പറയാൻ തയ്യാറായി. അയാളുടെ പേര് പറയേണ്ട എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എങ്കിലും നിങ്ങൾ ഇത്രയധികം അവൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ആൽബി, അതാണ് പരാതിക്കാരൻ്റെ പേര്. ബിഷപ്പ് ഹൗസിൽ നേരിട്ടെത്തിയാണ് അയാൾ പരാതി നൽകിയത്. സഭയുടെ പേരും പറഞ്ഞു നടക്കുന്ന ചില പ്രമുഖരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാകും? അവളുടെ മകൻ പോലും അവളെ തള്ളിപ്പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്ത് വലിയ തെറ്റുകൾ ഉണ്ടാവില്ലേ എന്ന് സംശയിച്ചു പോകുന്നത് സ്വാഭാവികമല്ലേ? പിതാവേ, കർത്താവ് ഇതൊന്നുമല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പാപികളോടും പാപിനികളോടും കരുണ കാണിച്ച ആ നല്ല തമ്പുരാനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ക്രിസ്തുവിന്റെ അനുയായികളായിരുന്നിട്ടും ഈ സ്ത്രീയോട് ഇങ്ങനൊരു ദ്രോഹം ചെയ്താൽ നമ്മൾ അണിയുന്ന ഈ വിശുദ്ധ വസ്ത്രത്തിന് എന്തർത്ഥമാണുള്ളത്? സിസ്റ്റർ തെരേസയുടെ വാക്കുകൾ അണപൊട്ടി ഒഴുകി. തെരേസ, നമ്മളും മനുഷ്യർ മാത്രമാണെന്ന കാര്യം മറന്നു പോകരുത്. ചില സാഹചര്യങ്ങളിൽ നമുക്കും നിസ്സഹായരായി നിൽക്കേണ്ടി വരും. എങ്കിലും ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ആരാണ് ഈ ആൽബി? അവനും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ്? പിതാവ് വല്ലാത്ത ഗൗരവത്തോടെ ചോദിച്ചു. സിസ്റ്റർ തെരേസ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി.
കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാലല്ലോ പഴഞ്ചൊല്ല്. ആൽബി, അവൻ മീരയെ പലതവണ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. ആ ദുഷ്ടന്റെ വാക്കും കേട്ടാണല്ലോ ആ പാവം പെൺകുട്ടിയെ നമ്മൾ പുറത്താക്കുന്നത്. ആ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. സഭയെയും മേലധികാരികളെയും അനുസരിക്കേണ്ടത് ഒരു സന്യാസിനി എന്ന നിലയിൽ എൻ്റെ കടമയാണ്. എങ്കിലും ഒരപേക്ഷയുണ്ട്. മീര, അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് ദയവായി പുറത്ത് ആരോടും പറയരുത്. ശേഷിക്കുന്ന കാലമെങ്കിലും ആ കുട്ടി സ്വസ്ഥമായി ജീവിച്ചോട്ടെ. തെരേസയുടെ വാക്കുകൾ കേട്ടിട്ടും പിതാവിന് മറുപടിയൊന്നും പറയാനായില്ല. വലിയൊരു ഉത്തരവാദിത്തത്തിന്റെ ഭാരവുമായി അദ്ദേഹം പുറത്തേക്ക് നോക്കി നിന്നു. തെരേസ, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാകും? സഭയെന്നാൽ വൈദികരും സന്യാസികളും മാത്രമല്ലല്ലോ, അൽമായരും അതിലുൾപ്പെടുന്നു. നമ്മൾ അതിനെ എതിർക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. പിതാവ് നിസ്സഹായതയോടെ പറഞ്ഞു നിർത്തി. ആ തീരുമാനത്തോട് ഒട്ടും യോജിക്കാനായില്ലെങ്കിലും സിസ്റ്റർ തെരേസ സംയമനം പാലിച്ചു ചോദിച്ചു, അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് അവസാനം നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറയൂ. എനിക്ക് അതനുസരിച്ച് തീരുമാനമെടുക്കാമായിരുന്നു. പിതാവ് ഏറെ നേരം ആലോചിച്ചിരുന്നിട്ട് പതുക്കെ പറഞ്ഞു, തൃശ്ശൂരിലെ വിമൻസ് ഹോമിലേക്ക് അവളെ മാറ്റിക്കോളൂ. സമൂഹത്തിൽ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടവർക്കും വഴിതെറ്റി നടന്നവർക്കുമായി നമ്മൾ നടത്തുന്ന ആ സ്ഥാപനത്തിലേക്ക് ഒരാൾ കൂടി. പിതാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ തെരേസയുടെ രോഷം അണപൊട്ടിയൊഴുകി. അവരുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. പിതാവേ, മീര ഇതുപോലൊരു സ്ത്രീയല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവളെ പറിച്ചു നട്ടാൽ ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ അവളിൽ നിന്നും ഇല്ലാതായേക്കാം. അത്രമാത്രം അഭിമാനമുള്ള ഒരു സ്ത്രീയാണവൾ. അത് പറയുമ്പോൾ അവർ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു, പിതാവ് ദൃഢതയോടെ പറഞ്ഞു. അവിടെ വേണ്ടെങ്കിൽ സഭയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് അവളെ മാറ്റിക്കൊള്ളൂ. എന്തായാലും എന്നിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഞാനും നിസ്സഹായനാണ്. അദ്ദേഹം ഒന്ന് നിർത്തി. പിന്നെ തെരേസയുടെ അടുത്തേക്ക് വന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി സാവധാനം തുടർന്നു. തെരേസ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളും ഒട്ടേറെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന കാലമാണിത്. നമ്മുടെ ഒരു ചെറിയ വീഴ്ചയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരുപാട് കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിന്നെയും കൂടെ അത്തരം ആളുകൾക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പതുക്കെ പുറത്തേക്ക് നടന്നു. മീരെ, ഞാൻ എങ്ങനെ ഈ സത്യം അറിയിക്കും? അഭിമാനമുള്ള ഒരു പെണ്ണിനും ഇതിനെ അംഗീകരിക്കാനാകില്ല. സിസ്റ്റർ തെരേസ തകർച്ചയോടെ ആലോചിച്ചു. എത്ര ആത്മീയതയിൽ ജീവിച്ചാലും സ്വന്തം സഹോദരിയെ സമൂഹത്തിന്റെ കുത്തുവാകുകൾക്ക് മുന്നിലേക്ക് വലിച്ചെറിയാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ മദർ. അതുകൊണ്ട് അദ്ദേഹത്തെയും തെറ്റു പറയാനാകില്ല. തൽക്കാലം പിതാവ് പറഞ്ഞതുപോലെ ചെയ്യുന്നതല്ലേ നല്ലത്. മീര, അവൾ എവിടെയാണെങ്കിലും അവൾ സമാധാനത്തോടെ ജീവിക്കും. പിതാവുമായുള്ള തെരേസയുടെ ബന്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടേക്ക് വന്ന കൊച്ചു കന്യാസ്ത്രീ പതുക്കെ പറഞ്ഞു. ആ വാക്കുകൾ വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സിസ്റ്റർ തെരേസയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. പിതാവിനെ കുറ്റം പറയാൻ അവർക്കും കഴിയുമായിരുന്നില്ല. ചെറുപ്പം മുതൽ ഒരേ വീട്ടുമുറ്റത്ത് കളിച്ചു വളർന്നവർ. കൂട്ടുകുടുംബത്തിന്റെ സ്നേഹനിറവിൽ നിന്ന് ആദ്യം ദൈവത്തിന്റെ പാതയിലേക്ക് നടന്നു പോയത് അദ്ദേഹമായിരുന്നു. പിന്നീട് സ്വന്തം അനുജത്തെയും അതേ വഴിയിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയതും അദ്ദേഹം തന്നെ. അന്നു തൊട്ട് ഇന്നു വരെ എല്ലാ പ്രതിസന്ധിയിലും തണലായി അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തിന് അദ്ദേഹം തന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണമുണ്ടാകുമെന്ന് തെരേസയ്ക്ക് തോന്നി. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ മീരയെ ഒന്ന് കണ്ടിട്ട് വരാം. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അത് പറഞ്ഞുകൊണ്ട് തെരേസ മീരയുടെ മുറിയിലേക്ക് നടന്നു. ആ മുറിയിലെത്തിയപ്പോൾ കണ്ടത് ശാന്തമായി സ്വന്തം വസ്ത്രങ്ങൾ പെറുക്കി വെക്കുന്ന മീരയെയാണ്. ആ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. ആ പെൺകുട്ടിയെ നോക്കി തെരേസ കുറച്ചു നേരം നിന്നു. അവർ സാവധാനം അകത്തേക്ക് ചെന്ന് മീരയുടെ കിടക്കയിൽ അവൾ കരികിലായിരുന്നു. മീര അവരെ നോക്കി വളരെ ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി സിസ്റ്റർ തെരേസയുടെ ഉള്ളിൽ വലിയൊരു മുറിവ് സമ്മാനിച്ചു. മീര, സിസ്റ്റർ തെരേസയുടെ ശബ്ദമിടറി. എവിടെ തുടങ്ങണമെന്നറിയാതെ അവർ മീരയുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. വീണ്ടും ഞാൻ അമ്മയെ വലിയൊരു പ്രതിസന്ധിയിലാക്കി. എന്തു ചെയ്യാനാ? എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം വേദനകൾ മാത്രം സമ്മാനിക്കാനാണ് എൻ്റെ വിധി. വാക്കുകൾ കിട്ടാതെ തപ്പിത്തടയുന്ന സിസ്റ്ററുടെ അവസ്ഥ കണ്ടപ്പോൾ മീര അത് ഏറ്റുപിടിച്ചു. അവൾ ശാന്തമായി പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധത്തിൻ്റെ നനവുണ്ടായിരുന്നു. മീര,
മരണം വരെ നിന്നെ എന്നെ അരികിൽ ചേർത്ത് നിർത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനും നിസ്സഹായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ തെരേസ ഒന്ന് നിർത്തി മീരയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവർ തുടർന്നു. നിന്റെ ജീവിതത്തിലെ സത്യങ്ങൾ പിതാവിനോട് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം അത് മനസ്സിലാക്കിയേക്കാം. പക്ഷേ ഈ ലോകത്തോട് മുഴുവൻ നമുക്കത് വിളിച്ചു പറയാൻ കഴിയില്ലല്ലോ. ഇനി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ. അവൻ തന്നെ നിനക്ക് ആശ്വാസമേകട്ടെ. എന്നാലും ആ ആൽബി, അയാൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഇത്രയധികം വേദനിപ്പിക്കാൻ സാധിക്കുന്നത്? തനിക്കൊരിക്കലും നേടാനാകാത്ത ഒന്നിനെ നശിപ്പിച്ചു കളയാനാണ് അവൻ്റെ ശ്രമമെന്ന് എനിക്ക് തോന്നുന്നു. സിസ്റ്ററിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീര ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ജീവിതം വഴിമുട്ടിപ്പോയ ഒരു പെൺകുട്ടിയുടെ അടങ്ങാത്ത വിങ്ങലും വേദനയും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.